പന്തീരങ്കാവിൽ നവവധുവിന് നേരെ വീട്ടിനുള്ളിൽ അക്രമം നടത്തിയ യുവാവിന് നേരെ വധശ്രമത്തിന് കേസെടുത്തിരിക്കുകയാണ് പോലീസ്. ഇതിൻ്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി റിയാസ് KM ചേരുകയാണ്. റിയാസ്, ഈ ഭർത്താവിനെതിരെ വധശ്രമത്തിന് കേസെടുത്തിരിക്കുകയാണ്. നേരത്തെ അത്തരത്തിലൊരു കേസല്ല പോലീസ് എടുത്തത്. മുഖ്യമന്ത്രി അടക്കം കുടുംബത്തിന് കാണേണ്ടി വന്നു. ഈ ഒരു സാഹചര്യത്തിലാണോ വധശ്രമത്തിന് കൂടി കേസെടുത്തിരിക്കുന്നത്? ഈ രാഹുൽ ഇപ്പോൾ എവിടെയാണ്? ജിംഷാദ്, തീർച്ചയായും വലിയ ഒരു ക്രൂരമായ രീതിയിലുള്ള മർദ്ദനത്തിനാണ് ഈ പെൺകുട്ടി, എറണാകുളം പറവൂർ സ്വദേശിനിയായ പെൺകുട്ടി, ഭർത്താവ് രാഹുലിന്റെ ഭാഗത്തു നിന്നും ഇരയാക്കപ്പെട്ടത്. ഇക്കഴിഞ്ഞ മെയ് 5-നാണ് പന്തീരങ്കാവ് സ്വദേശിയായ രാഹുലും എറണാകുളം പറവൂർ സ്വദേശിനിയായ യുവതിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത്. തുടർന്ന് ഈ 12-ന് ബന്ധുക്കൾ, അതായത് ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഈ വീട്ടിലേക്ക് സൽക്കാരത്തിന്റെ ഭാഗമായുള്ള അടുക്കള കാണൽ ചടങ്ങിന് എത്തുന്നു. ആ സമയത്താണ് മകളുടെ കഴുത്തിലും ഒപ്പം തന്നെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലെല്ലാം തന്നെ പരിക്കേറ്റ പാടുകൾ കാണുന്നത്. ആ സമയത്ത് ഈ രാഹുലിന്റെ വീട്ടുകാരോട് ചോദിച്ച സമയത്ത് രാഹുലിന്റെ അമ്മ പറഞ്ഞത്, പെൺകുട്ടി, അതായത് നവവധു വീണിരുന്നു, അതുകൊണ്ട് വീണ് പരിക്കേറ്റതാണ്, ആശുപത്രിയിൽ കൊണ്ടുപോയി അതിനുശേഷം ഇപ്പോൾ ചികിത്സ നടത്തുകയാണെന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ തുടർച്ചയായി ചോദിച്ചപ്പോഴാണ് പെൺകുട്ടി സത്യം തുറന്നു പറഞ്ഞത്. അതായത് ഈ രാഹുൽ മദ്യപിച്ചെത്തി തന്നെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. കണ്ണിനും ഒപ്പം തന്നെ കഴുത്തിനുമൊക്കെ ആക്രമിക്കുന്നു. ഒപ്പം മൊബൈൽ ചാർജറിന്റെ കേബിൾ ഉപയോഗിച്ച് കഴുത്ത് ഞെരുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അന്ന് പിന്നീട് പെൺകുട്ടിയുടെ വീട്ടുകാർ ഇടപെട്ടാണ് പെൺകുട്ടി പന്തീരാങ്കാവ് പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകുന്നത്. പ്രാഥമിക ഘട്ടത്തിൽ ഗാർഹിക പീഡനത്തിനായിരുന്നു പന്തീരാങ്കാവ് പോലീസ് കേസെടുത്തിരുന്നത്. അന്ന് തന്നെ പെൺകുട്ടിയെ ഫറൂഖ് താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ഉൾപ്പെടെ വിധേയയാക്കിയിരുന്നു. അതിനുശേഷം പറവൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നൽകുകയും ചെയ്തു. പെൺകുട്ടി പിന്നീട് പോലീസിന്റെ സാഹചര്യത്തിൽ വിവാഹമോചനം തിരികെ നൽകി വിവാഹബന്ധം ഏർപ്പെടുത്തുന്നതായി പറഞ്ഞ് എറണാകുളത്തേക്ക് ബന്ധുക്കളുടെ കൂടെ പോവുകയാണ് ഉണ്ടായത്. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച വാർത്തയായി കേരള വിഷൻ ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ വലിയ തോതിൽ ഈ ഒരു സംഭവം വാർത്ത നൽകുകയും ചെയ്തു. രാഹുലിന്റെ ഈ ചെയ്തിക്കെതിരെ വാർത്ത നൽകുകയും ചെയ്തിരുന്നു. ആ സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മന്ത്രി വീണ ജോർജ് അല്പം മുൻപ് പ്രതികരിച്ചത്, അതായത് ഈ പെൺകുട്ടിക്ക് ആവശ്യമായ നിയമസഹായം കൃത്യമായ രീതിയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഒരു ഉറപ്പ് നൽകിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിന് പിന്നാലെയാണ് ഇപ്പോൾ വധശ്രമത്തിന് പന്തീരാങ്കാവ് പോലീസ് രാഹുലിനെതിരെ കേസെടുത്തിരിക്കുന്നത്. രാഹുൽ ഈ സ്ത്രീധന പീഡനത്തിന് നേരത്തെ തന്നെ വകുപ്പ് ചുമത്തിയിരുന്നല്ലോ അല്ലേ? നേരത്തെ ഗാർഹിക പീഡനം പ്രകാരമാണ് അതായത് വകുപ്പ് ചുമത്തിയിരുന്നത്. ഇപ്പോൾ വധശ്രമത്തിനും ചുമത്തിയിരിക്കുകയാണ്. പെൺകുട്ടി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുള്ളത് 150 പവനും കാറും ഒക്കെയാണ് സ്ത്രീധനമായി ചോദിച്ചിരുന്നത് എന്നൊരു കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് പരാതിയിൽ പോലീസിന് നൽകിയ മൊഴിയിൽ വരുന്നതേ ഉള്ളൂ. വിശദമായി പെൺകുട്ടിയുടെ മൊഴി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ അത് മൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ അത്തരമൊരു വകുപ്പ് കൂടി ചുമത്താനുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ അതിനേക്കാൾ ഗുരുതരമായ വധശ്രമത്തിനാണ് ഇപ്പോൾ പോലീസ് രാഹുലിനെതിരെ കേസെടുത്തിരുന്നത്. രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളിലേക്ക് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഈ സ്ത്രീ പരാതി പറയുകയും മാധ്യമങ്ങളോടൊക്കെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു, ബന്ധുക്കളടക്കം. കാരണം കഴുത്തിൽ ഫോണിന്റെ വയർ ഉപയോഗിച്ച് മുറുക്കിയിരുന്നു എന്ന്. അതാണ് ഒരുപക്ഷെ വധശ്രമമായി ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടുന്നത് അല്ലേ? തീർച്ചയായും പോലീസ് അങ്ങനെ തന്നെയാണ് വിലയിരുത്തുന്നത്. കാരണം കഴുത്തിൽ മൊബൈൽ ഫോൺ ചാർജറിന്റെ കേബിൾ ഉപയോഗിച്ച് മുറുക്കി എന്ന് പറയുന്നത് ഒരാളെ കൊലപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കൂടാതെ ഇനിയിപ്പോൾ ഇതിന്റെ അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല സിറ്റി പോലീസ് കമ്മീഷണറെ നേരിട്ട് ഏൽപ്പിക്കാൻ ഉള്ള നീക്കങ്ങൾ സർക്കാർ തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ അത് ഔദ്യോഗികമായി ഇന്ന് രാത്രി തന്നെ ഏൽപ്പിക്കും എന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നിലവിൽ പന്തീരാങ്കാവ് SI അഭിലാഷിന്റെ നേതൃത്വത്തിലാണ് ഇതിന്റെ അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണ സംഘം അത് തന്നെ തുടരുമെങ്കിലും ഇതിന്റെ നേരിട്ടുള്ള മേൽനോട്ട ചുമതല ഈ സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണയിലേക്ക് വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മാത്രമല്ല റിയാസ്, ഈ പന്തീരങ്കാവിൽ നിന്ന് കേസ് പറവൂരിലേക്ക് മാറ്റും, കാരണം ഇരയുടെ സൗകര്യാർത്ഥം എന്നും കേട്ടിരുന്നു. അങ്ങനെ ഒരു ആവശ്യവും മുഖ്യമന്ത്രിയോട് ഇവർ പറഞ്ഞിരുന്നതായാണ് കേൾക്കുന്നത്. തീർച്ചയായിട്ടും അത് മുഖ്യമന്ത്രിയെ കണ്ട് ഈ പെൺകുട്ടി യുവതി പറഞ്ഞതും അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ എറണാകുളം പറവൂർ സ്റ്റേഷൻ പരിധിയിലേക്ക് അവർ താമസിക്കുന്നത് അവിടെയാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടത്തേക്ക് മാറ്റണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. സർക്കാർ അക്കാര്യം പരിശോധിക്കുന്നുണ്ട്.
എങ്കിൽ കൂടിയും പന്തീരാങ്കാവ് പോലീസിന്റെ കൂടി സഹായത്തോടു കൂടിയായിരിക്കും കേസ് അന്വേഷണം നടത്തുക. പറവൂർ പോലീസിനെ കേസ് അന്വേഷണ ചുമതല ഏൽപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ IPS റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ നേരിട്ട് ഈ കേസ് അന്വേഷിക്കാനുള്ള സാധ്യതകളും നടപടികളിലേക്ക് ഒരുപക്ഷെ അത്തരം സൂചനകളാണ് ഇപ്പോൾ പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. പോലീസ് വൃത്തങ്ങളെ താഴെത്തട്ടിൽ പോലീസിൽ അത്തരമൊരു വിവരം ലഭിച്ചിട്ടില്ല. പക്ഷേ പോലീസ് ഉന്നതരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരുപക്ഷെ IPS തലത്തിലുള്ള ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം അത്രയും സമൂഹം ചർച്ച ചെയ്തൊരു വിഷയമാണ്. മാത്രമല്ല ഗാർഹിക പീഡനവും സ്ത്രീധന പീഡനവും അടക്കമുള്ള വിഷയങ്ങൾ വരുന്നു, വധശ്രമം വരുന്നു. അങ്ങനെ ഗൗരവകരമായ വകുപ്പുകൾ ചുമത്തപ്പെട്ട ഒരു കേസായത് കൊണ്ട് തന്നെ ഇത് ഒരു IPS റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അജിംഷാദ്. ശരി.